പ്രിയപ്പെട്ട തസ്നി ഖാനും ലക്ഷ്മിയുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൽ കണ്ടതാണ്. എങ്ങനെയുണ്ട് ഇവിടെ കണ്ടിട്ട്? എന്താണ് തോന്നുന്നത്? ബുക്കുകളുടെ ഒരു മായാലോകം അല്ലേ? ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ. കാരണം ഓരോ രാജ്യമാണ് ഇവിടെ അല്ലേ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ലക്ഷ്മിയോട് പറയാ ചെയ്തത്, ഇത് ശരിക്കും വന്നില്ലെങ്കിൽ നഷ്ടമായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്. കയറിയപ്പോഴേ പറഞ്ഞു എന്തുമാത്രം ബുക്കുകളായി ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഓരോ രാജ്യത്തതാണ്, ഓരോ ഭാഷയിലുള്ളതാണ് ഇത്. അപ്പം ഞാനിതിവിടെ വരുന്നത് ഇപ്പം ഈ പ്രാവശ്യം തന്നെ ഞാൻ 11-ാം തീയതി ഇവിടെ ഒരു പ്രോഗ്രാമിന് വന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടായിരുന്നു ഇതേ ഇതിന്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. എന്റെ ഫ്രണ്ട് മഞ്ജുവിന്റെ ബുക്ക് ഇവിടെ ഉണ്ട്. ഇന്ന് അത് ലോഞ്ച് ചെയ്യുന്നത് അതായത് അറ്റ്ലസിന്റെ മോള്, രാമേന്ദ്രന്റെ മോള്. ഇവിടെ ഓരോ 25 മിനിറ്റിലും ഒരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുന്നു എന്നുള്ള ലക്ഷ്മിക്ക് അറിയാലോ അല്ലെ? ഇവിടെ വരുന്ന കാണുമ്പോഴത്തേക്ക് ഓരോ 25 മിനിറ്റ് കേട്ടിട്ടുണ്ട്, ടിവിയിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇവിടെ വരുമ്പോ ഒരു പ്രത്യേക മണമല്ലേ പുത്തൻ പുസ്തകത്തിന്റെ? നമ്മൾ സ്കൂളൊക്കെ തുറക്കുമ്പോ ശരിക്കും പറഞ്ഞ ഇതിന് പുസ്തകങ്ങളുടെ മായാലോകമാണ്, സൗഹൃദങ്ങളുടെ മായാലോകമാണ്. വായിക്കുന്നുണ്ട്, നല്ലതായിട്ട് വായിക്കുന്നവരാ രണ്ടുപേരും അല്ലേ? ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് പുസ്തകം. എനിക്കൊരു ആഗ്രഹമുണ്ട്. തീർച്ചയായും ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത തവണ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൽ ഒരു ബുക്കിലൊക്കെ ഒതുങ്ങുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാനുണ്ട്. തീർച്ചയായും വെച്ചാൽ ഒരുപാട് അനുഭവങ്ങളുള്ള ആൾക്കാരാണല്ലേ നിങ്ങളെപ്പോലെ. പ്രത്യേകിച്ചും തസ്നി ഖാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിത്വത്തെ നമുക്കറിയാം, ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ്. തീർച്ചയായും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉള്ള നല്ല കാര്യങ്ങൾ എഴുതാനായിട്ട് സാധിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ ഇവിടെ വെച്ച് കണ്ടതിൽ ഒരുപാട് സന്തോഷം. പുസ്തകം എല്ലാം മേടിച്ചോ? ഇല്ല, കണ്ടോണ്ട് വരുന്നത് മേടിക്കണം. അപ്പൊ അടുത്ത വർഷങ്ങൾ ഇവിടെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാനായിട്ട് സർവേശ്വരൻ അനുവദിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ്. പിന്നെ പറയൂ ലക്ഷ്മി, പറയൂ. ഇവിടെ പുതിയതല്ല കേട്ടോ, ഇവിടെ സ്ഥിരം വരുന്ന ആളാണ്. എനിക്ക് ഐഡിയ ഉണ്ടെങ്കിലും ഞാൻ നാട്ടിലാണ്, എന്റെ ജോലിയൊക്കെ അവിടെ. ഇവിടെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു, അതൊക്കെ കണ്ടിട്ടാണ് സ്റ്റോറി ആയിരുന്നു. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു, ഇനി കുറച്ച് കാലം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബുക്കാക്കി. തീർച്ചയായും നമുക്ക് അവസരങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് അവസരങ്ങളുണ്ട്. എന്തായാലും തെസ്നിയുടെ ഒരു പുസ്തകം, തെസ്നിയുടെ മാത്രമല്ല, ഞങ്ങൾക്ക് ലക്ഷ്മിയുടെ ഒരു പുസ്തകം വേണം. നിങ്ങളൊക്കെ ഒരുപാട് അനുഭവങ്ങളുള്ളവരാണ്. നമുക്ക് ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. വായനയിലൂടെ വായനക്കാർക്ക് അതിന്റെ ആ അന്തസ്സത്തെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഒരാളുടെ മാത്രം പോരാ, നമുക്ക് നിങ്ങൾ രണ്ടുപേരുടെയും പുസ്തകം വേണം. വരും വർഷങ്ങളിലൊക്കെ ഭാവിയിൽ നിങ്ങളുടെ ഒക്കെ പുസ്തകങ്ങൾ ഇവിടെ പ്രസാദിക്കപ്പെട്ട് ഇവിടെ റിലീസ് ചെയ്യപ്പെട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ വിളിക്കണം കേട്ടോ. ഒരുപാട് സന്തോഷം കണ്ടുമുട്ടിയതിൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.